ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മളിത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ലാസ്റ്റത്തെ റിസൾട്ട് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കോഫി പൗഡറാണ് വേണ്ടത് കേട്ടോ. കോഫി പൗഡറും കുറച്ച് മതി, ഒരുപാട് ഇടേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ടൊമാറ്റോ ജ്യൂസാണ് വേണ്ടത്. ഞാനൊരു പകുതി ടൊമാറ്റോ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും കുറച്ച് മതി. നമ്മളിതിൽ പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ കുറച്ചധികം ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ആക്കണില്ല, ഈ ടൊമാറ്റോ ജ്യൂസിൽ തന്നെയാണ് മിക്സ് ആക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പാൽ എടുക്കണോണ്ടാണ് ടൊമാറ്റോ ജ്യൂസ് കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. പാൽ ഉപയോഗിക്കുന്നവർക്ക് അതെന്തായാലും മസ്റ്റായിട്ട് എടുക്കാം. ഉപയോഗിക്കാത്തവർക്കാണ് ഈ ടൊമാറ്റോ ജ്യൂസ് മാത്രം എടുക്കേണ്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാ, അപ്പം ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു തിക്നെസ്സിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് മതി, ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ പൊടിയോ കാര്യങ്ങളോ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഇവിടെ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫേസിൽ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് എല്ലാവിടെയും നന്നായിട്ട് കണ്ണിൻ്റെ ചുറ്റും ഒഴിച്ച് ബാക്കി എല്ലാവിടെയും നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെ നമുക്ക് കയ്യിലാണെങ്കിലോ നെക്കിലാണെങ്കിലോ ഒക്കെ തേച്ച് പറഞ്ഞാൽ സെയിം റിസൾട്ട് കിട്ടും. എല്ലാവിടെയും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. കാരണം ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ടൊമാറ്റോ ജ്യൂസ് ആണെങ്കിലും കോഫി പൗഡർ ആണെങ്കിലും എല്ലാം ഒന്നിനോടൊന്ന് മെച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. ഞാൻ എല്ലാവിടെയും നന്നായി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു കോട്ടല്ല, അതൊരു 2 പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പാക്ക് ഇടുന്ന ടൈമിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക, കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ അതേ സ്കിൻ ടോണിൻ്റെ അതേ കളറാണ് പാക്കിനില്ലേ. കോഫി പൗഡർ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തോണ്ടാണ് ആ ഒരു കളറ് കിട്ടണത് കേട്ടോ. നമ്മൾ അധികമാണ് ഇട്ട് കൊടുത്തെങ്കിൽ ഈ ഒരു കളറ് കിട്ടില്ല, കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതുകൊണ്ടാണ്, കുറച്ച് മതി, നമുക്ക് അത്ര ആവശ്യമുള്ളൂ. ആ ഒരു പാക്ക് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പാക്ക് മൊത്തം നമ്മുടെ ഫേസിൽ ഇടാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി, നമുക്ക് എത്രത്തോളം വേണോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ 2 കോട്ടായിട്ട് 2 പ്രാവശ്യമായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആകാൻ വെക്കാം, അതൊന്ന് ഉണങ്ങട്ടെ, നന്നായിട്ട് തന്നെ ഉണങ്ങണം കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്ക് ഫാനിൻ്റെ ചുവട്ടിൽ അവിടെ നിന്ന് പോയി നിൽക്കണ്ട, മെല്ലെ തന്നെ ഉണങ്ങിയാൽ മതി. മെല്ലെ സാവധാനം കുറേ നേരം ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങിയ ശേഷം നമ്മൾ ഡയറക്റ്റ് പോയി വാഷ് ചെയ്യാതെ ഒരു വെള്ളം നമ്മൾ കയ്യിൽ വെള്ളം തൊട്ടിട്ട് മുഖം ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കാം കേട്ടോ. സോഫ്റ്റാക്കി കൊടുത്തിട്ട് നമ്മളൊരു സോഫ്റ്റായിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു മാറ്റം നമുക്ക് നേരെ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡ്രൈ ആയത് ഒന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഫ്റ്റാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട്, സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത് തന്നെ എടുക്കണം കേട്ടോ. ഈ കോട്ടൺ ക്ലോത്ത് പോലുള്ളത് യൂസ് ആക്കാതെ സോഫ്റ്റായിട്ടുള്ള ഈ ബനിയൻ ക്ലോത്തൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സ്പോഞ്ച് പോലുള്ള ടൈപ്പുള്ള ക്ലോത്ത് ഇത് ഉണ്ടാവുമല്ലോ, അതും തുടയ്ക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു സോഫ്റ്റായിട്ടുള്ള ക്ലോത്തും കൊണ്ടാണ് ഞാൻ തുടച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫേസിൽ നന്നായിട്ടാവുന്നു മാറ്റില്ല, നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കൊടുക്കാം. ഞാൻ നന്നായിട്ട് സോഫ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ റിസൾട്ട്, ഈ പാക്കിൻ്റെ റിസൾട്ട് ഒറ്റ യൂസ് തന്നെ മനസ്സിലാവാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഞാനിങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ആ ഒരു ഗ്ലോയിനെസ്സും അതേപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന മാറ്റവും ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. ഈ പുറത്തൊക്കെ പോയി വന്നവരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, നമുക്ക് പുറത്ത് പോയി ബ്യൂട്ടി പാർലറൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ
ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഈ ഒരു ഒറ്റ പാക്കിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാനിത് 1 മന്തായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. എനിക്ക് നല്ല റിസൾട്ടീവായി തോന്നിയൊരു പാക്കാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഫേസിലെല്ലാവരുടെയും നന്നായിട്ട് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവിടെയും നന്നായി തുടച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് തുടച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പോയി വാഷ് ചെയ്താലും പ്രശ്നമല്ല കേട്ടോ. അപ്പം ഞാൻ ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവിടെയും തുടച്ച് കൊടുക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ കടലപ്പൊടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇത്. ചെറുപ്പത്തെ അമ്മമാർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ യൂസ് ചെയ്തൊരു സംഭവമാണ് ഈ കടലപ്പൊടി എന്നൊക്കെ പറയണത് അല്ലേ. ഈ കടലമാവ് നമുക്ക് പുറത്തൊക്കെ പോയി വന്നവരാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ മുഖത്ത് ഒരുപാട് ഫേസിൽ ഒരുപാട് പൊടി ചളി അങ്ങനെയുള്ള ഐറ്റം അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് കടലമാവ് എടുത്തിട്ട് വെറുതെ ഒന്ന് മുഖത്ത് ഇങ്ങനെ തേച്ചിട്ട് കുറേ നേരം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പോയി ഫേസ് വാഷ് ചെയ്താൽ മതി. നല്ല ക്ലീൻ ആയിക്കോളും ഫേസ് കേട്ടോ. അത്രയ്ക്ക് നല്ല യൂസബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കടലമാവെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഏത് ഒരു പാക്ക് ആഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും കുറച്ച് കടലമാവ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഫേസിന് അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ ടൊമാറ്റോ ജ്യൂസ് ആണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വെറുതെ ഒന്നും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, നല്ലതാണ്. അപ്പോൾ എല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, കടലമാവ് ഡ്രൈ സ്കിന്നുകാരനെ ഒന്ന് ഡ്രൈ ആക്കില്ലേ, ഒന്നും കൂടി ഡ്രൈ ആക്കില്ലേന്ന്. ഇവിടെ ഈ പാക്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അതിനാണ് നമ്മൾ ഇവിടെ പാലോ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അതാണ് 2 ആഡ് ചെയ്താലും അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ ടൊമാറ്റോ ജ്യൂസ് ആണെങ്കിലും പാൽ ആഡ് ചെയ്താലും ഒരു പ്രശ്നമല്ല. റിസൾട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തന്നെ അറിയേണ്ടതാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഒരു ഗ്ലോയിങ് ആയിട്ട് ഫേസ് നിൽക്കണില്ലേ, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. എല്ലാ ക്രീമും നമ്മളിപ്പോൾ ആഡ് ചെയ്ത എല്ലാ സാധനവും ഒന്നിനോടൊന്ന് മെച്ചാണ്. അപ്പോൾ നമ്മൾക്ക് നന്നായി ഫേസിൽ നന്നായിട്ട് ആ ടാനും എല്ലാം നന്നായിട്ട് അബ്സർവ് ചെയ്യും കേട്ടോ. നമ്മുടെ ഫേസിൽ ശരിക്കും ഒരു ഗ്ലോയിങ് ആയിട്ട് നിൽക്കണ്ടല്ലേ ഫേസ്. നിങ്ങൾ ശരിക്കും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ ബൈ.